Hello everyone, welcome back to Zoology class. Plus 1 Zoologyയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ അനിമൽ കിങ്ഡം ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അനിമൽ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഡിഫറെന്റ് ഫൈലംസ് ആൻഡ് ക്ലാസസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കോമൺ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ആണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമട്രി, സീലോം എക്സെട്ര, ഇസ്ന്റ് ഇറ്റ്? സോ കിങ്ഡം അനിമാലിയയിൽ വരുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ. സിമട്രി നോക്കിയാൽ മോസ്റ്റ്ലി അസിമെട്രിക്കൽ ഓർഗാനിസംസ് ഒക്കെ വരുന്നതും, അതേപോലെ ബോഡി കാവിറ്റി നോക്കിയാൽ എസിലോമേറ്റ വരുന്നതും ഏത് ഫൈലത്തിലായിരിക്കും? പോറിഫെറയിലായിരിക്കും. ഓക്കെ, സോ പോറിഫെറ ഇൻക്ലൂഡ്സ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്പേഴ്സ്? സെല്ലുലാർ ലെവൽ, അസിമെട്രിക്കൽ, അസിലോമേറ്റ് ഓർഗാനിസംസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടിഷ്യൂ, ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം ലെവൽ ആണെങ്കിൽ സിമെട്രി റേഡിയൽ ആൻഡ് ബൈലാറ്ററൽ. ഇതിൽ റേഡിയൽ സിമെട്രി, അസിലോമേറ്റ് ഓർഗാനിസം ഏത് ഫൈലത്തിലാണ് ഉൾപ്പെടുക? സീലൻഡ്രേറ്റ ഓർ നിഡേരിയ ഓർ ടീനോഫോറ. All these are name of phylums, okay? That is, Coelenterata and Ctenophora includes organisms that have radial symmetry and that are acoelomates. Next is bilateral symmetry ആയിരിക്കും. Coelom 3 ടൈപ്പിൽ വരാം അല്ലേ? Without body cavity, with false coelom and with true coelom. ഇനി bilateral symmetry ആണ് without body cavity acoelomate ആണെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസംസ് പ്ലാറ്റിഹെൽമിന്തസിൽ വരും. ബൈലാറ്ററലി സിമെട്രിക്കലും സ്യൂഡോസിലോമേറ്റും ആണെങ്കിൽ അസ്കിൽമിന്തസിൽ വരാം. ബൈലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് ട്രൂ സീലോം ആണെങ്കിൽ അനലിഡ, ആർത്രോപോഡ, മൊളസ്ക്, എക്കിനോഡെർമാറ്റ, ഹെമികോഡാറ്റ ഓർ കോഡാറ്റ. സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ കോമൺ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ്. ഓക്കെ, ആൻഡ് ഇവിടെ എക്കിനോഡെർമാറ്റയ്ക്ക് ഒരു സ്റ്റാർ ഇട്ടിട്ട് കാണാം. എന്താണത്? Echinodermata exhibit radial or bilateral symmetry depending on the stage. എക്കിനോഡെർമാറ്റിന്റെ കേസിൽ അഡൽട്ട് ആൻഡ് ലാർവൽ സ്റ്റേജിൽ സിമെട്രി വ്യത്യാസമുണ്ട്. അത് ആ ഫൈലം പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ടു അവർ ഫസ്റ്റ് ഫൈലം, ഫൈലം പോറിഫെറ. ആദ്യത്തെ ഫൈലത്തെ പറ്റി പഠിക്കാം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ നെയിം? സ്പോഞ്ചസ്. ഫൈലം പോറിഫെറന്റെ കോമൺ നെയിമാണ് സ്പോഞ്ചസ്. ബിക്കോസ് ദേ ഹാവ് പോർസ് പ്രസന്റ് ഓൺ ദെയർ ബോഡി. അതിനെന്താണ് കാരണം? ഈ ഫൈലത്തിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിൽ പോർസ് കാണാം, പോർസ് ഓർ ഓപ്പണിങ്സ് കാണാം. അതുകൊണ്ട് ഈ ഫൈലത്തിൽ ഉൾപ്പെടുന്ന മെമ്പേഴ്സിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സ്പോഞ്ചസ്. ബിക്കോസ് ദേ ഹാവ് പോർസ് പ്രസന്റ് ഓൺ ദെയർ ബോഡി. ആൻഡ് വാട്ട് ആർ ദ അതർ ഫീച്ചേഴ്സ്? അസിമെട്രിക്കൽ ആണ് ആൻഡ് ദേ ഹാവ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ടേംസ് ഒക്കെ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത് ഓർമ്മ വേണം. ഓക്കെ, ഇനി ഈ ഫൈലത്തിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് പ്രസൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ വാട്ടർ കനാൽ സിസ്റ്റം. ഈ ഫൈലത്തിലുള്ള മെമ്പേഴ്സിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ വാട്ടർ കനാൽ സിസ്റ്റം കാണാം. എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം? വാട്ടർ എൻറ്റേഴ്സ് ത്രൂ പോർസ് കോൾഡ് ഓസ്റ്റിയ ഇൻടു ദ ബോഡി വാൾ ഇൻടു എ സെൻട്രൽ കാവിറ്റി കോൾഡ് സ്പോഞ്ചോസിൽ ആൻഡ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം. സ്പോഞ്ചസിന്റെ ബോഡിക്കകത്തേക്ക് വാട്ടർ എൻറ്റർ ചെയ്യും. വാട്ടർ എൻറ്റർ ചെയ്യുന്നത് പോർസിലെ കൂടെയാണ്. എന്താണ് പോർസിന്റെ പേര്? ഓസ്റ്റിയ. ഇനി വാട്ടർ എൻറ്റർ ചെയ്യുന്ന കാവിറ്റി, ബോഡി കാവിറ്റിനെ പറയുന്നത് സ്പോഞ്ചോസിൽ എന്നാണ്. സോ സെൻട്രൽ കാവിറ്റി സ്പോഞ്ചോസിൽ. അതിനുശേഷം വാട്ടർ ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം. വാട്ടർ പിന്നീട് ഓസ്കുലം വഴി തിരിച്ചു പോകും. സോ ദിസ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഈസ് കോൾഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫുഡ് ഗ്യാദറിംഗ്. ഇങ്ങനൊരു വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുന്നതുകൊണ്ട് സ്പോഞ്ചസ് അതിൻ്റെ ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. റിമൂവൽ ഓഫ് വേസ്റ്റ് നടക്കുന്നുണ്ട്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതേപോലെ എക്സ്ക്രീഷനും നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇതാണ് സ്പോഞ്ചസിന്റെ ബോഡി സ്ട്രക്ചർ. ഇനി വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യാം. സ്പോഞ്ചസിൽ കാണുന്ന ഓപ്പണിംഗ് ആണ് ഓസ്കുലം. ദിസ് ഈസ് ഓസ്കുലം. പോർസിന്റെ പേരാണ് ഓസ്റ്റിയ. ഇതൊക്കെയാണ് പോർസ്. ഇനി സെൻട്രൽ കാവിറ്റി ഈസ് കോൾഡ് വാട്ട്? സ്പോഞ്ചോസിൽ. ഇതാണ് സ്പോഞ്ചോസിൽ. വാട്ടർ കനാൽ സിസ്റ്റം ഓർ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ്? ഓസ്റ്റിയ വഴി വാട്ടർ മൂവ് ചെയ്തു, സ്പോഞ്ചോസിലേക്ക് മൂവ് ചെയ്തു.
അതിനുശേഷം ഓസ്കുലം വഴി ബോഡി സർഫസിന് പുറത്തേക്ക് റിലീസ് ചെയ്യും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 2 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫൈലത്തിന്റെ കോമൺ നെയിമും ഒരു ഫൈലത്തിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറും. നെക്സ്റ്റ്, വിച്ച് ആർ ദ അതർ ഫീച്ചേഴ്സ്? ദേ ആർ മറൈൻ ഓർഗാനിസംസ്. Choanocytes or collar cells line the spongiocele and the canals. Spongiocele and canalsനെ കവർ ചെയ്തിട്ട് choanocytes or collar cells കാണാം. ആൻഡ് they have intracellular digestion. Digestion നടക്കുന്നത് ബോഡിക്കകത്ത് വെച്ചാണ്. Intracellular means inside the cell. And body is supported by a skeleton made up of spicules or spongin fibers. ഇതിന്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്ത് skeleton കാണാം. Skeleton is made up of spicules or spongin fibers and they are hermaphrodite. Hermaphrodite ആണ്. Hermaphrodite means sexes are not separate. That means സെയിം ഇൻഡിവിജ്വൽ തന്നെയാണ് എഗ്ഗും സ്പേമും പ്രൊഡ്യൂസ് ചെയ്യുക. എഗ്സ് ആൻഡ് സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഇൻഡിവിജ്വൽ. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് അല്ല, സെയിം ഇൻഡിവിജ്വൽ ആണ് 2 ഗാമറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് സീൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ ബൈ ദ ഫോർമേഷൻ ഓഫ് ഗാമറ്റ്സ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ഡിവൈഡ് ചെയ്ത് സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആയി മാറും. ഈ ഫ്രാഗ്മെന്റ്സ് ഓർഗാനിസമായി ഡെവലപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ്, ദേ ഹാവ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇന്റേണലി ആണ്, ബോഡിക്കകത്ത് വെച്ചാണ്. ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് മീൻസ് ലാർവൽ സ്റ്റേജ് പ്രസന്റ് ആണ്. ലാർവൽ സ്റ്റേജിൽ കൂടെയുള്ള ഡെവലപ്മെന്റ് ആണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇനി ഇവിടെ കാണുന്ന സെൽസ് ആണ് choanocytes or collar cells. So they are lining the spongiocele and the canals. Which are the phylum members? Cycon or Scypha, Spongilla, its common name freshwater sponge, and Euspongia or otherwise called bath sponge. ഇതൊക്കെയാണ് examples. So examples of porifera include first figure, that is Cycon. Cycon ആണ് first figure, and second organism is Euspongia. This is Euspongia, and third organism is Spongilla. So these are some of the examples of phylum Porifera. Next, second phylum, phylum Coelenterata or Cnidaria. ഇനി origin of name, എങ്ങനെയാണ് Cnidaria എന്നുള്ള പേര് ഡിറൈവ് ചെയ്തത്? Cnidaria is derived from cnidoblast or cnidocyte present on the tentacles and the body. ഓർഗാനിസംസിന്റെ ടെന്റിക്കിൾസിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് നീഡോബ്ലാസ്റ്റ് ഓർ നീഡോസൈറ്റ്സ്. നീഡോബ്ലാസ്റ്റ് കണ്ടെയ്ൻ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഓർ നെമറ്റോസിസ്റ്റ്. നീഡോബ്ലാസ്റ്റിന്റെ അകത്ത്, നീഡോബ്ലാസ്റ്റ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. നീഡോബ്ലാസ്റ്റിന്റെ അകത്ത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഓർ നെമറ്റോസിസ്റ്റ് കാണാം. എന്താണ് നെമറ്റോസിസ്റ്റ് ഓർ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ്? ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഹൈഡ്ര, അതിൽ ഒരുപാട് ടെന്റിക്കിൾസ് കാണാം. ഈ ടെന്റിക്കിൾസിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് നീഡോബ്ലാസ്റ്റ്. നീഡോബ്ലാസ്റ്റിൽ കാണുന്ന ഒരു ക്യാപ്സ്യൂൾ ആണ് നെമറ്റോസിസ്റ്റ്. തേർഡ് ഫിഗറിൽ കാണുന്നത് നെമറ്റോസിസ്റ്റ് യൂസ് ചെയ്ത് ഹൈഡ്ര എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നാണ്. സോ ദിസ് ഈസ് ദ ഫിഗർ ഓഫ് നീഡോബ്ലാസ്റ്റ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫങ്ഷൻസ് ഓഫ് നീഡോബ്ലാസ്റ്റ് ആർ ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ. ആങ്കറേജ് മീൻസ് വാട്ട്? ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കും. നീഡോബ്ലാസ്റ്റ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ മേലെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ഡിഫെൻസ്, എനിമീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നീഡോബ്ലാസ്റ്റ് ഉപയോഗിക്കും. ക്യാപ്ചർ ഓഫ് പ്രേ, ഫുഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയും നീഡോബ്ലാസ്റ്റ് യൂസ് ചെയ്യും. And these organisms are radially symmetrical, tissue level of organization, and diploblastic. They have only 2 layers and they are acoelomate organisms. ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷന് പറയുന്ന സമയത്ത് ഓർമ്മ വേണം. നെക്സ്റ്റ് ഈസ് ബേസിക് ബോഡി ഫോംസ്. നിഡേറിയൻസിന് 2 ബോഡി ടൈപ്സിൽ കാണാം, പോളിപ് ഫോം ആൻഡ് മെഡ്യൂസ ഫോം. പോളിപ് ഫോം മീൻസ് വാട്ട്? സെസൈൽ, സിലിണ്ട്രിക്കൽ. സെസൈൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ ഹോൾഡ് ചെയ്തിട്ട് കാണുന്നതാണ് സെസൈൽ. ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി എന്തായിരിക്കും? സിലിണ്ട്രിക്കൽ ആയിരിക്കും. ഷേപ്പ് ഓഫ് ദ ബോഡി ഈസ് സിലിണ്ട്രിക്കൽ. എക്സാമ്പിൾ, ഹൈഡ്ര ആൻഡ് അഡാംസിയ. ആൻഡ് മെഡ്യൂസ ഫോം മീൻസ് ഫ്രീ സ്വിമ്മിങ്. ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും, ഏതെങ്കിലും ഒരു പ്ലേസിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഓർഗാനിസം അല്ല. ആൻഡ് വാട്ട് ഈസ് ദ ഷേപ്പ്? അംബ്രല്ല ഷേപ്പ്ഡ്. മെഡ്യൂസ ഈസ് ഫ്രീ സ്വിമ്മിങ് ആൻഡ് അംബ്രല്ല ഷേപ്പ്ഡ്. എക്സാമ്പിൾ, ഓറേലിയ. That is, polyp is sessile and cylindrical, medusa is free swimming and umbrella shaped. They have a specialized property called metagenesis. ഈ ഫൈലം കാണിക്കുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മെറ്റാജെനസിസ്.
The cnidarians which exist in both forms exhibit alternation of generation. This is called metagenesis. രണ്ട് ബോഡി ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു, പോളിപ്പ് ആൻഡ് മെഡ്യൂസ. ഈ രണ്ട് ബോഡി ഫോംസിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് കാണിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോപ്പർട്ടിയാണ് മെറ്റാജനസിസ് ഓർ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ ഓർഗാനിസംസിന് രണ്ട് ജനറേഷൻസ് ഉണ്ടാവും, അസെക്ഷുവലി ഫോംഡ് ജനറേഷൻ ആൻഡ് സെക്ഷുവലി ഫോംഡ് ജനറേഷൻ. ദാറ്റ് ഈസ് പോളിപ്പ് പ്രൊഡ്യൂസ് മെഡ്യൂസ അസെക്ഷുവലി. പോളിപ്പ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്ന് മെഡ്യൂസ പ്രൊഡ്യൂസ് ചെയ്യും. മെഡ്യൂസ ഫോം ദ പോളിപ്പ് സെക്ഷുവലി. മെഡ്യൂസ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്ന് പോളിപ്പ് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഈ ഇലസ്ട്രേഷനിൽ കാണുന്ന പോലെ പോളിപ്പ് undergoes asexual reproduction and form medusa. Medusa undergoes sexual reproduction and form polyp. ഇങ്ങനെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഓരോ ജനറേഷനിൽ വ്യത്യാസം കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് മെറ്റാജനസിസ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഒബീലിയ, ഒബ്സർവ് ദീസ് ഫിഗേഴ്സ്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഫിഗർ അംബ്രല്ല ഷേപ്ഡ് ആണ്. അംബ്രല്ല ഷേപ്ഡ് ആണെങ്കിൽ ഏത് ബോഡി ഫോം ആണ്? ദാറ്റ് ഈസ് മെഡ്യൂസ. സോ ദിസ് ഓർഗാനിസം ഈസ് ഇൻ വിച്ച് ഫോം? മെഡ്യൂസ ഫോം. ആൻഡ് സെക്കൻഡ് കാണുന്ന ഫിഗർ സിലിണ്ട്രിക്കൽ ആണ്. സിലിണ്ട്രിക്കൽ ആണെങ്കിൽ അത് പോളിപ്പ് ഫോം ആണ്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പോളിപ്പ് ഫോം. സോ ദീസ് ആർ ദ ടു ബേസിക് ബോഡി ഫോംസ് സീൻ ഇൻ സിലൻഡ്രേറ്റ. These are the distinct features. Then which are the other features of the phylum? They are aquatic and mostly marine organisms, and they have a central gastrovascular cavity with a single opening, mouth on hypostome. ഇതിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിൽ സെൻട്രലി ഗാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി കാണാം, വിത്ത് എ സിംഗിൾ ഓപ്പണിംഗ് മൗത്ത്. മൗത്ത് പ്രസന്റ് ആണ്. എവിടെയാണ് കാണുന്നത്? ഹൈപ്പോസ്റ്റോമിലാണ്. ഹൈപ്പോസ്റ്റോം എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം, അതായത് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഹൈപ്പോസ്റ്റോം. ഡൈജഷൻ ഈസ് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. സം ഓർഗാനിസംസിൽ എക്സ്ട്രാ സെല്ലുലാർ ആണ്, ഡൈജഷൻ നടക്കുന്ന സെല്ലിന് പുറത്ത് വെച്ചാണ്, ബോഡിക്ക് പുറത്ത് വെച്ചാണ്. ചില ഓർഗാനിസംസിൽ അത് ഇൻട്രാ സെല്ലുലാർ ആണ്. ആൻഡ് സം നിഡേറിയൻസ് ഹാവ് എ സ്കെലട്ടൺ കമ്പോസ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ചില നിഡേറിയൻസിൽ സ്കെലട്ടൺ കാണാം വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. എക്സാമ്പിൾ, കോറൽസിന്റെ കേസിൽ. കോറൽസ് അറിയാലോ. ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ഇൻക്ലൂഡ് ഫൈസാലിയ. Physalia means common name Portuguese man of war, and Adamsia sea anemone, Pennatula sea pen, Gorgonia sea fan, Meandrina brain coral. Next phylum is phylum Ctenophora. എന്താണ് കോമൺ നെയിം? സീ വാൾനട്ട് ഓർ കോം ജെല്ലീസ്. സോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓർഗാനിസംസിന്റെ കോമൺ നെയിമാണ് സീ വാൾനട്ട് ഓർ കോം ജെല്ലീസ്. And which are the other properties of this phylum? They are readily symmetrical, diploblastic and tissue level of organization. ഈ ഫൈലം മെമ്പേഴ്സ് കാണിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോപ്പർട്ടി ആണ് ബയോലുമിനിസെൻസ്. സോ ലെറ്റ് us see what is that. Ctenophores exhibit bioluminescence. It is the property of an organism to emit light. ലൈറ്റ് പുറത്തുവിടാൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ് ഫൈലം Ctenophora ഉൾപ്പെടുന്ന മെമ്പേഴ്സ്. And this property of the organism is called bioluminescence. Next, ഇതിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് കോംപ്ലേറ്റ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. The body has 8 external rows of ciliated complates. This helps in locomotion. ഈ ഓർഗാനിസംസിന്റെ ബോഡി സർഫസിന് പുറത്ത് 8 rows of complates കാണാം. ഇതിന്റെ ഫംഗ്ഷന് ലോക്കോമോഷൻ ആണ്. So these are the two important features of this phylum. And which are the other features of this organism? Marine ആണ്, and digestion extracellular and intracellular type കാണാം. Sexes are not separate. Hermaphrodite organism ആണ്. Both sexes are seen in the same organism. Sexual type of reproduction and what type of fertilization? External fertilization ആണ്. ബോഡിക്ക് പുറത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അതായത് രണ്ട് ഗാമെറ്റ്സും വാട്ടർ ബോഡിയിലേക്ക് റിലീസ് ചെയ്യും. വാട്ടറിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്, ലാർവൽ സ്റ്റേജ് ഇൻക്ലൂഡ് ചെയ്ത ഡെവലപ്മെന്റ് ആണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ആൻഡ് എക്സാമ്പിൾസ് ആർ പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന. ദിസ് ഈസ് പ്ലൂറോബ്രാക്കിയ. ഫൈലം ടീനോഫറയിൽ വരുന്ന മെമ്പറാണ് പ്ലൂറോബ്രാക്കിയ. സോ ഇതിന്റെ സിമെട്രി ഇതൊക്കെ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയി പറഞ്ഞ ഫീച്ചറാണ് കോംപ്ലേറ്റ്സ്. ഇതാണ് കോംപ്ലേറ്റ്സ്. യു ക്യാൻ സീ ഹിയർ 8 കോംപ്ലേറ്റ്സ് ആർ ദേർ. ഈ കോംപ്ലേറ്റ്സ് എന്തിനാണ് സഹായിക്കുന്നത്? ഫോർ ദ ലോക്കോമോഷൻ ഓഫ് ദിസ് ഓർഗാനിസം.